രുചിയുടെ തിരമാലകളാൽ എംഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരനുഭവം ഇനി വണ്ടൂരിൽ. എംഇ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. ഈ പെൺകുട്ടികളുമായി നടത്തിയ സംഭാഷണങ്ങൾ നിരന്തരമായി പുറത്തു വരികയും ജനങ്ങൾ ശ്രദ്ധയിൽ അത് പെടുകയും വാർത്താമാധ്യമങ്ങൾ അത് ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറയേണ്ടത് എൻ്റെ വോയിസ് അല്ല, ഇത് ഫാബ്രിക്കേറ്റഡ് ആണ് എന്നത് പറയാൻ കഴിയാത്തത് എന്താ? അദ്ദേഹത്തിൻ്റെ വോയിസ് ആയതുകൊണ്ടല്ലേ, അദ്ദേഹത്തിൻ്റെ തന്നെ സംസാരമായതുകൊണ്ടല്ലേ? അവിടെയാണല്ലോ ഈ വിഷയം. അപ്പോൾ ഇവിടെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പറയുന്ന ഭരണപക്ഷ MLA-മാരുടെ ഭാഗത്തുനിന്നുണ്ടായി, ഇപ്പോൾ കൊല്ലം MLA-യുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് പറയുന്നതിലെ അപ്പുറമാണ് ഈ വിഷയം. 1, 2, 3, 4, 5, 6 എന്താ പറയുക സ്ത്രീകളല്ല പരാതി നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വിഷയത്തിനേക്കാളും അങ്ങേയറ്റം ഗൗരവമായിട്ട് പൊതുസമൂഹം ഈ വിഷയത്തെ കാണുന്നുണ്ട്. അത് കോൺഗ്രസ് ലീഡർഷിപ്പ് മനസ്സിലാക്കണം. നമുക്ക് ക്യാൻസർ വന്നാൽ എന്താ ചെയ്യുക? ഒരു ക്യാൻസർ വന്നാൽ നമ്മൾ ആ ഭാഗം മുറിച്ചു കളയും. എന്തിനാണ്? ആ ശരീരത്തെയും ആ ജീവനെയും രക്ഷിക്കാനാണ്. അപ്പം രാഹുൽ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് കോൺഗ്രസിനുണ്ടായ ഈ ക്യാൻസർ ആണെങ്കിൽ അത് മുറിച്ചു കളയാനുള്ള ത്രാണിയും ശേഷിയും കോൺഗ്രസ് ലീഡർഷിപ്പ് നടത്തണം. ഇപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, കേരളത്തിൽ ഇപ്പം നടക്കേണ്ട ചർച്ച എന്താണ്? വോട്ട് ചോരിയാണ്. രാഹുൽ ഗാന്ധി ബീഹാറിൽ അതിശക്തമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ വോട്ടർ പട്ടികയിലും വോട്ടിംഗ് മെഷീനിലും നടത്തിക്കൊണ്ടിരിക്കുന്ന തിരിമറികൾ എന്തൊക്കെയാണ് എന്ന് രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ അതിശക്തമായി ഉയർത്തി ഇപ്പോൾ അത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബീഹാറിൽ വലിയ ജനപിന്തുണയോട് കൂടിയിട്ട് അദ്ദേഹം സമരം നടത്തുകയാണ്. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾ, തമിഴ്നാട്ടിൽ, പശ്ചിമ ബംഗാളിലൊക്കെ വലിയ എന്താ പറയുക കോർണർ യോഗങ്ങൾ നടക്കുകയാണ്, ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടത്. തമിഴ്നാട്ടിൽ, കേരളത്തിൽ ഇപ്പോൾ UDF-ഉം കോൺഗ്രസ് ലീഡർഷിപ്പും ഈ വിഷയം ഏറ്റെടുക്കേണ്ട അതിനിർണായകമായ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു വാക്ക് അതിനെപ്പറ്റി പറയാൻ ആർക്കെങ്കിലും സമയം കിട്ടുന്നുണ്ടോ? ഈ ഒരു എന്താ പറയുക വല്ലാത്തൊരു ഡേർട്ടി പൊളിറ്റിക്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൻ്റെ പിന്നാലെ പോകേണ്ടി വന്നില്ലേ? ഇത് ഒരു തീരുമാനമെടുത്ത് രാഹുലിനോട് രാജിവെക്കാൻ പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കായി? ഒരു വ്യക്തിയുടെയും വ്യക്തിപരമായിട്ടുള്ള എന്താ പറയുക പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതം ഒരാൾക്കും ഒരു കുടുംബത്തിന് പോലും നിയന്ത്രിക്കാൻ കഴിയില്ല. പിന്നെ ഒരു പാർട്ടിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമോ? അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്പം തീരുമാനമെടുത്ത് ആ വ്യക്തിയുടെ ധാർമ്മിക ഉത്തരവാദിത്തമായി ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആ പാർട്ടി മാറി നിൽക്കണ്ടേ? അതിനെന്താ മാർഗം? രാജിവെക്കാൻ പറയണം. അതോടുകൂടി പാർട്ടിയുടെ ഉത്തരവാദിത്തം തീരുകയാണ്. പാർട്ടിക്ക് അത്രയല്ലേ ചെയ്യാൻ കഴിയുള്ളൂ. അതിനിപ്പോൾ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും എന്തിനാണ് ഈ ഭാരം അനാവശ്യമായിട്ട് ഈ ക്യാൻസറിനെ കോൺഗ്രസ് പേറുന്നത് എന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ.